കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ BDS വിദ്യാർത്ഥി നിതിന് നീതി എത്രത്തോളം അകലെയാണ്? ഡോക്ടർ റാമിനെതിരെ കേസെടുത്ത് ഒരാഴ്ചയാകുമ്പോഴും ഇതുവരെയും അറസ്റ്റ് ഉണ്ടായിട്ടില്ല. അതിനിടെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതോടെ റാമിനെ കോളേജിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ഡോക്ടർ റാമിനെ പുറത്താക്കുന്നതുവരെയും അനിശ്ചിതകാല സമരം തുടരുമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ തീരുമാനം. ഇതിനെ തുടർന്നാണ് റാമിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. റാം ഉൾപ്പെടെ 3 അധ്യാപകർക്കെതിരെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധ രംഗത്തുള്ളത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി നിതിന്റെ മരണം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും ആരോപണ വിദ്യാർത്ഥിക്കെതിരെ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വെളുത്ത കോട്ട് അഴിച്ചാണ് ക്യാമ്പസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധമറിയിച്ചത്. ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിന്ന് ഔസർജന്മാരും പ്രതിഷേധത്തിൽ പങ്കാളികളായി. ഈ കോട്ട് തന്നത് അച്ഛന്റെ അമ്മയുടെ വേർപ്പാണ്. ഇതിൽ ഇന്നലെ വരെ കണ്ണീര് പൊടിഞ്ഞു, ഇന്ന് ഇതിൽ ചോര പൊടിഞ്ഞു. ഞങ്ങൾ ഈ വെള്ള കുപ്പായത്തെ അപമാനിക്കുന്ന രീതിയിലല്ല പെരുമാറുന്നത്. എന്നിരുന്നാലും ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ പ്രതിഷേധം. അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികൾ വൈറ്റ് കോട്ട് ഊരിയാണ് ഇന്ന് പ്രതിഷേധം അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. നിതിന്റെ മരണത്തിൽ സുതാര്യമായ അന്വേഷണം വേണമെന്നും റാമിന് പുറമെ മറ്റു 2 അധ്യാപകരെയും പുറത്താക്കണമെന്നും സംഘടനാ സ്വാതന്ത്ര്യം ക്യാമ്പസിൽ വേണമെന്നും ഉൾപ്പെടെ 5 ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികൾ മാനേജ്മെന്റിന് പരാതി നൽകി. പ്രത്യേക ഇമെയിൽ ID ഉണ്ടാക്കി വിദ്യാർത്ഥി യൂണിയൻ കൂടുതൽ പരാതികളും ശേഖരിച്ചു തുടങ്ങി. പൂർവ്വ വിദ്യാർത്ഥികളും ആരോഗ്യ സർവകലാശാലയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ഡോക്ടർ റാമിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി രക്ഷിതാക്കളും രംഗത്ത് വന്നു. റാം സാറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കും പല അനുഭവങ്ങളും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇയാൾ വളരെ മോശമായ വാക്കുകളാണ് ക്ലാസ്സിൽ ഉപയോഗിക്കൽ. പിന്നെ ഫിസിക്കലായിട്ടും വേറെ കുട്ടികളെ കൊണ്ട് അടുപ്പിക്കുക. അതൊക്കെ ഞാൻ മോള് പറഞ്ഞിട്ട് അറിഞ്ഞൊരു കാര്യമാണ്. ആൺകുട്ടീനെ പെൺകുട്ടീനെ കൊണ്ട് അടുപ്പിക്കുക. ഇയാൾക്ക് നേരിട്ട് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് തല്ലാൻ പറയാം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ഈ പയ്യനെ ശരിക്ക് ഇതൊരു കൊലപാതകം തന്നെയാണ്. ശരിയായ രൂപത്തിൽ അന്വേഷിച്ചാലേ ഇത് ക്ലിയർ ആവുള്ളൂ. നമുക്ക് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ നമുക്ക് വിശ്വാസം പോരാ. കാരണം ഈ 5 ദിവസമായി ഇപ്പോൾ ഈ അന്വേഷണ കമ്മീഷൻ ഇതുവരെ മീഡിയൻ്റെ നിങ്ങളെ മുന്നിൽ വന്നിട്ട് ഇതിൻ്റെ പ്രോഗ്രസ് എന്താണെന്ന് അവർ പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഇതില്ല, വിശ്വാസക്കുറവുണ്ട്. പിന്നെ ആ കുടുംബം പറയുന്നതെല്ലാം 100% ശരിയാണ്. അവർ പറയുന്ന ഇതിന് ഇത്രയും ഫിസിക്കലായിട്ട് ഹറാസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഇവിടെ ക്യാമറ കാര്യങ്ങളെല്ലാം ഈ കോളേജിലാണ്. അപ്പോൾ പോലീസ് വേണ്ട രൂപത്തിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നൊരു കാര്യമുള്ളൂ. ഇവിടെ മീറ്റിംഗ് നടന്നിരുന്നു, ഒരു ഇൻറ്റേർണൽ എക്സാം കഴിഞ്ഞിട്ട്. അത് 5 ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്ക് കുറഞ്ഞവരൊക്കെ ഇയാൾ വളരെ മോശമായി, അതായത് എല്ലാ ടീച്ചേഴ്സും ഉള്ള സമയത്താണ് ഈ മീറ്റിങ്ങിൽ പറയുന്നത്. പിന്നെ വേസ്റ്റ് നമ്മൾ പറയാൻ പാടില്ല, സ്വന്തം രക്ഷിതാവിൻ്റെ മുന്നിൽ നിന്ന് വേസ്റ്റ് എന്ന് പറയുന്നത് മോളെ, അല്ലെങ്കിൽ ഡോങ്കി, ഇതൊക്കെ എല്ലാവരും അനുഭവിച്ചു. നമ്മളവിടുന്ന് സംസാരിച്ച കാര്യം. റാമാണ് ബാക്കിയുള്ളവർ കേട്ട് നിൽക്കുകയാണ്. അത് അവരെ നിവൃത്തികേടായിരിക്കും, നമുക്കറിയില്ല. ബാക്കിയുള്ള അധ്യാപകരൊന്നും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. അത് കാരണം എന്ന് വെച്ചാൽ ഇത് വർഷങ്ങളായിട്ട് തുടരുന്നൊരു ഭാഗമായിരിക്കും. കോളേജിലേക്ക് പട്ടികജാതി ക്ഷേമ സംരക്ഷണ സമിതി ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തി. കണ്ണൂർ എടക്കാടുള്ള ഡോക്ടർ റാമിന്റെ ക്ലിനിക്കിലേക്ക് DYFയും അന്വേഷണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് ലീഗും മാർച്ച് നടത്തി. മാനേജ്മെന്റിന്റെ പ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തേണ്ടതുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ ഒന്ന്, പ്രൊഫസർ റാമിനെ ഈ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. 2, ഇതിനോടനുബന്ധിച്ച് 2 അധ്യാപകരുടെ പേരിലും സമാനമായ പരാതികൾ 15ഓളം പരാതികൾ വിദ്യാർത്ഥികൾ നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി അന്വേഷിച്ച് അതിന്മേലും നടപടിയെടുത്ത് അധ്യാപകരെ പുറത്താക്കുക എന്നുള്ളതാണ് മറ്റൊരാവശ്യം. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.